ഒരു റമദാൻ കൊണ്ട് 2 റമദാൻ നേടാൻ നമ്മൾ പരിശ്രമിക്കണം. അതെങ്ങനെ? ഒരു റമദാനെ നമ്മളിപ്പോൾ വരുന്നുള്ളൂ, 2 റമദാന്റെ കൂലിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ച വ്യക്തിയുടെ നോമ്പിന്റെ അതേ പ്രതിഫലം അയാൾക്കൊട്ടും കമ്മി വരാതെ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് കിട്ടും. അപ്പൊ 30 ദിവസം നമ്മൾ നോമ്പെടുക്കുന്നു, 30 നോമ്പിന്റെ കൂലി ഇൻഷാ അല്ലാഹ് 30 ആൾക്ക് മിനിമം നിങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നു, 30 നോമ്പിന്റെ കൂലി അവിടെയും കിട്ടി. അപ്പൊ 2 റമദാൻ കിട്ടിയതുപോലെ. എല്ലാവരും നോമ്പുറപ്പിക്കാൻ എത്ര അന്വേഷണങ്ങളാണ് വരാറെന്നറിയോ? എൻ്റെ ഫോണിൽ ഇതൊന്നും കൂടി ഉണ്ട് കേട്ടോ, ഇന്നുണ്ട്. പല പള്ളികളിൽ, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരുപാട് പ്രദേശങ്ങളിലെ പള്ളികളിൽ കുഞ്ഞിത്തൊറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട്, വലിയ തുറ എന്ന് പറഞ്ഞിട്ടൊരു തുറയുണ്ട്. നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നു. കുഞ്ഞിത്തുറക്ക് ഒരു മാസം ഒരു മിനിമം 2500 3000 ഒക്കെ വരുള്ളൂ ഒരു ദിവസം. വലിയ തുറയാണെങ്കിൽ ഒരു ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ഒരു 15 20,000 30,000 ഒക്കെ വരും. അപ്പം ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ട് പല പാവപ്പെട്ട മഹല്ലുകളൊന്നും നമ്മൾക്ക് ഈ രംഗത്തുള്ളതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ ഫോണിൽ ഇങ്ങനെ വരും. അപ്പം ഞാൻ നിങ്ങളോട് പറയണേ, കഴിവുള്ളവരൊക്കെ ചെയ്തോളി. 2500 റുപ്യ ഒരു മഹലിലേക്ക് അയച്ചു കൊടുത്താൽ അവിടെ കൂടുന്ന ഒരു 10-100 ആൾക്കാർ അന്ന് നോമ്പുറക്കും. അവർ വല്ല തരിക്കഞ്ഞോ ചായേ വല്ല സമൂസേ ഒരു പഴത്തിൻ്റെ കഷ്ണോ ഒരു ആപ്പിളിൻ്റെ കഷ്ണോ ഒരു ബത്തക്കൻ്റെ കഷ്ണോ ഒക്കെ ആയിരിക്കും, മതിയല്ലോ, നോമ്പ് തുറന്നില്ലേ. അതൊരു മിനിമം തുറക്കെങ്കിലും നമ്മൾ പരിശ്രമിക്കണം. അല്ല കൂടുതൽ കഴിയോ, ഒരു 15-30 ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമോ? ബിരിയാണി ഇന്നോളൂ അവർ. 10-200 ആള് നോമ്പുറപ്പിച്ച കൂലിയാണ് കേട്ടോ. ശ്രമിച്ചോളി. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ, ഒരു റമദാനേ നമുക്ക് വരുന്നുള്ളൂ. 2 റമദാനും 3 റമദാനും ഒക്കെ കിട്ടിയതുപോലെ എത്ര ആൾക്ക് നോമ്പ് തുറപ്പിക്കുന്നോ ഒരു മാസം, അത്ര നോമ്പിന്റെ കൂലി നമുക്ക് കിട്ടല്ലേ. അവരുടെ ഒന്നും കുറയൂല.